ഈശ്വരമംഗലം വീട് ഒഴിപ്പിക്കാനുള്ള കോർട്ട് ഓർഡർ രാവിലെ തന്നെ വരുമെന്നാണല്ലോ CKC പറഞ്ഞത്. പക്ഷേ ഇത്രയും നേരമായിട്ടും ആളെ കാണുന്നില്ലല്ലോ. ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. വിശ്വസിക്കാൻ പറ്റില്ല. പലതരം ബന്ധങ്ങളുള്ള ആളാണ് ഗൗതം. കോടതിയിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്ന വിവരം ഏതെങ്കിലും വഴിയിൽ അവന് ചോർന്നു കിട്ടി കാണും. അങ്ങനെ കിട്ടിയ അവര് സ്റ്റേ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയിപ്പോ അതുകൊണ്ടായിരിക്കും അങ്കിൾ ഫോൺ എടുക്കാത്ത. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. എന്തുപറ്റി CKC? കോർട്ട് ഓർഡർ കിട്ടിയില്ലേ? ഞാൻ ഊഹിച്ച പോലെ തന്നെ സംഭവിച്ചു കാണും. ആ ഗൗതം സ്റ്റേ വാങ്ങിച്ചല്ലേ. എന്തൊക്കെ കണക്കുകൂട്ടലുകളിൽ നിന്നതാ ഞാൻ. എല്ലാം തെറ്റിയല്ലോ അങ്കിളെ. ഗൗതമിനെയും നിധിയെയും ഈശ്വരമംഗലത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നിയമ നടപടികൾ ഉണ്ടാകണമെന്ന നമ്മുടെ അപേക്ഷയിന്മേൽ കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ദേ, ഇതാണ് ഈശ്വരമംഗലം ഒഴിപ്പിക്കാനുള്ള കോർട്ട് ഓർഡർ. ഈ കാര്യത്തിൽ ഞാനെന്തിനാ കള്ളം പറയുന്നത്? 3 നോട്ടീസുകളും ഗൗതം കൈപ്പറ്റാതിരുന്നതോടെ കോടതി നമുക്ക് അനുകൂലമായി വിധി പറഞ്ഞ് ഓർഡറും തന്നു. ഗൗതം കൈപ്പറ്റാതിരുന്നതല്ലോ, ആ നോട്ടീസുകള് ഗൗതമിന്റെ കയ്യിൽ കിട്ടാതിരിക്കാനുള്ള ഏർപ്പാടുകള് ഞാൻ കൃത്യമായിട്ട് ചെയ്തു. അതിന്റെ റിസൾട്ട് കൂടിയാ CKC ഇപ്പൊ ഈ കൊണ്ടുവന്ന കോർട്ട് ഓർഡർ. എന്തായാലും ഗൗതമിനെയും നിധിയെയും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം ഈശ്വരമംഗലത്ത് നിന്നും പിടിച്ചു പുറത്തിറക്കി ആ ഗേറ്റ് വലിച്ചടയ്ക്കാൻ ഇനി ഒരു തടസ്സവുമില്ല. നിയമവും നിയമപാലകരും നിങ്ങൾക്കൊപ്പം നിൽക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അങ്കിളെ? അതുകൂടി അങ്കിള് പറഞ്ഞതാ. ഈ ഓർഡറിന്റെ ഒരു കോപ്പി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ സഹായവും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ നിധിയെ നിന്റെ കൈകൊണ്ട് തന്നെ ഈശ്വരമംഗലത്ത് നിന്ന് പിടിച്ച് പുറത്താക്കണം മോളെ. എങ്കിൽ പിന്നെ ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട അങ്കിളെ. നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പൊ തന്നെ ഈശ്വരമംഗലത്തേക്ക് പോവാം. അതെ അങ്ങളെ, ഗൗതമും നിധിയും ചേർന്ന് എന്നോടും ശിവാനിയോടും അങ്കിളിനോടും വസുന്ധര ആന്റിയോടും കാണിച്ചതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ദൈവമായിട്ട് തന്നെ അവസരമായിരുന്നു. അല്ല, CKC ഞങ്ങൾ ഉണ്ടാക്കി തന്ന അവസരം. അതാണ് ശരി. ആ ഗൗതവും നിധിയും ഒന്നുമില്ലാത്തവരായി ഈശ്വരമംഗലത്ത് നിന്ന് പുറത്തോട്ടിറങ്ങി പോകുന്നത് കാണാൻ അങ്കിളും ആന്റി അവിടെ ഉണ്ടാവണം. അത് വേണ്ട മോനെ. ആ മനോഹര നിമിഷം കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. CKC പറഞ്ഞതിലും കാര്യമുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാ ഞങ്ങൾക്ക് അവരോടുള്ള പക പോക്കിയതാണെന്ന് അവര് കരുതും. സത്യം അതല്ലല്ലോ. നിങ്ങൾക്കറിയിക്കുന്നത് വാങ്ങിച്ചു തരിക എന്നതിനപ്പുറം ഞങ്ങൾക്കൊരു ദുരാഗ്രഹവും ഇല്ലല്ലോ. അല്ലപ്പോ ആന്റിയുടെ കാര്യം എങ്ങനാ? ആന്റി ഞങ്ങളോട് വരുമല്ലേ? പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എനിക്കും കണക്ക് തീർക്കാനുള്ള സമയമാണിത്. ഇപ്പൊ തന്നെ നമുക്ക് പോവാം അങ്ങോട്ട്. അങ്കിളെ, പോലീസുകാർ വരും ഞങ്ങളുടെ കൂടെ. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ 3 പേരും കൂടി നേരെ അങ്ങോട്ട് ചെല്ല്. എന്റെ കാറെടുത്ത് വെക്കോളൂ. ഡോക്യുമെന്റ്സ് എല്ലാം കാറിലുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തിക്കോളും. ആന്റി, ശിവാനി പോവാം. കോർട്ട് ഓർഡർ. ശരി. അങ്ങനെ നമ്മുടെ തിരക്കഥയുടെ 1ാം ഭാഗം പൂർണ്ണമായി. ഇനി 2ാം ഭാഗം. 2ാം ഭാഗത്തിൽ കളി മാറും. ഇപ്പൊ പുറത്താകുന്ന ചേട്ടനൊപ്പം അനിയനും ഈശ്വരമംഗലത്തിന് പുറത്ത്. പിന്നെ ഈശ്വരമംഗലത്തും ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലും CKCയുടെയും ജ്യോതിർമയുടെയും തേർവാഴ്ചയായിരിക്കും.
ഭഗവാനെ, എന്റെ മോന്റെ പുതിയ പ്രോജക്റ്റിന്റെ ഭൂമി പൂജ ഇന്ന്. ഹൈടെക് സിറ്റിയുടെ ഈ പ്രോജക്റ്റ് ഒരു കുഴപ്പവും വരാതെ ഭംഗിയായി വിജയത്തിലെത്തിക്കാൻ എന്റെ മോന് കഴിയണേ ഭഗവാനെ. അവന്റെ കൂടെ ഉണ്ടാവണേ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രോജക്റ്റ് ഇതാണോ മോനെ? ആ, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന പ്രോജക്റ്റ് ഇതായിരിക്കും. പിന്നെ ഈ പ്രോജക്റ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടമ്മേ. തുടങ്ങുമ്പോ ഹൈടെക് സിറ്റിയുടെ 50 കോടിയുടെ മാത്രം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ ആ പ്രോജക്ട് റിപ്പോർട്ടിനോടൊപ്പം ഭാവിയിലെ സാധ്യതകളെന്നും പറഞ്ഞ് ഗൗതം കൊടുത്ത ഒരു ഡിസൈൻ അത് കണ്ടിട്ടാ എംവോക്ക് എന്ന പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ഹൈടെക് സിറ്റിയുടെ ചെയർമാൻ ആലോചിച്ചതുപോലും. എന്ന് വെച്ചാ ഈ എംവോക്ക് പ്രോജക്റ്റിന്റെ സൂത്രധാരനും സൃഷ്ടാവും നടത്തിപ്പുകാരനും. എന്തിന്? അതിന്റെ ആത്മാവ് പോലും ഗൗതമാണ്. ആ ആത്മാവിന്റെ ജീവൻ വെച്ച് ശരീരം കൊടുത്ത് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഇപ്പോ വെറുതെ ഒരു മോഹം തോന്നുക, എങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോ പ്രണവും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. എത്ര സന്തോഷായിരുന്നേനെ അല്ലേ? അവനും ഉണ്ടാവുമേ. ഞാനൊന്ന് തുടങ്ങി വെച്ചോട്ടെ, അപ്പോഴേക്കും എല്ലാം ശരിയായി വരും. അമ്മ നോക്കൂ. എംവാക്ക് പ്രോജക്റ്റിന്റെ ശിലാസ്ഥാപനത്തിന് അമ്മയും കൂടെ ഉണ്ടാവും. അന്ന് ഞാനും അമ്മയും നിധിയും പ്രണവും ഒരുമിച്ചായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഉറപ്പാണോടോ മോനെ? നീ പറയുന്നത് എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഉറപ്പാണമ്മേ. പ്രണവിനെ നമ്മൾ തിരികെ കൊണ്ടുവന്നിരിക്കും. സത്യം പറയാലോ മോനെ, പ്രണവ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നും നമ്മളെല്ലാരും കൂടെ പഴയതുപോലെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു.